ഇപ്പോൾ കെജ്രിവാളിൻ്റെ കേസ് എവിടെ പോയേ? കെജ്രിവാളിനെതിരായിട്ട് നിങ്ങളെടുത്ത കേസ് എവിടെ? ഇഡിക്കാരോട് തന്നെയാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഒരു തരത്തിലുള്ള തെളിവുമില്ല, അവസാനം വെറുതെ വിട്ടു, ആ കേസ് അവസാനിപ്പിച്ചു. സ്വാഭാവികമായിട്ടും ഈ കേസിൻ്റെ ഭാഗമായിട്ടെല്ലാമുള്ള അതിൻ്റെ വിവിധ നിലപാടുകളെ സൂക്ഷ്മമായിട്ട് നമ്മൾ പരിശോധിക്കണം. പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്ന ചിത്രം എന്താ? ആദ്യം ലക്ഷ്യമാണ്. സാധാരണ കേസ് അന്വേഷിക്കുമ്പോൾ കേസിൻ്റെ വസ്തുതയല്ലേ അന്വേഷിക്കുക. ഇതല്ല. ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ലക്ഷ്യം എന്താണ്? ലക്ഷ്യം വേറെ ഒന്നുമല്ല, അവരെ പരമാവധി സമൂഹത്തിൻ്റെ മുമ്പിൽ ഒറ്റപ്പെടുത്തുക, അവരെ ഒരു പുകമറക്ക് അകത്ത് നിർത്തിയിട്ട് ഇവരെന്തോ വലിയ കൊള്ളക്കാരാണ്, ഇവരാണ് യഥാർത്ഥത്തിൽ രാജ്യത്തിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള സാമ്പത്തിക ഘടനയും തകർക്കാൻ ശ്രമിക്കുന്നവർ എന്നൊക്കെയുള്ള പ്രചാരവേല നടത്തിയിട്ട് കള്ളപ്പണം വെളുപ്പിക്കുന്നവരാണിവർ എന്ന പ്രചാരവേല നടത്തി. ആദ്യം ലക്ഷ്യമാണ് രാഷ്ട്രീയം. രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കേസ് തുടങ്ങുന്നത്. സാധാരണ കേസിൻ്റെ വസ്തുതകൾ പരിശോധിച്ച് അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് മറ്റെല്ലാ കാര്യങ്ങളും വരിക. അതില്ല. അതിന് ശേഷമാണ് അന്വേഷണം. ലക്ഷ്യം പ്രഖ്യാപിക്കുന്നു, ആ ലക്ഷ്യം പ്രഖ്യാപിച്ചതിന് ശേഷം അന്വേഷണം. നമുക്കറിയാലോ, ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും അവസാനം വന്ന വിധി 2026 മെയ് 29 വന്ന വിധിയാണ്. ഇഡിയുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ശ്രദ്ധേയനായ ഒരു പത്രപ്രവർത്തകൻ, നിങ്ങൾക്കെല്ലാം അറിയുന്ന പേരാണ്, പ്രവീർ കുർക്കായസ്ഥ എന്നാണ് അദ്ദേഹം. കുറച്ച് പേര് പറയാൻ കുറച്ച് വിഷമമാണ്. പ്രവീർ കുർക്കായസ്ഥ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹം കൈകാര്യം ചെയ്യുന്നൊരു മാധ്യമമുണ്ട്. അതിൻ്റെ പേര് ന്യൂസ് ക്ലിക്ക് എന്നാണ്. ന്യൂസ് ക്ലിക്ക് ഭരണകക്ഷിയായ BJPയെ അലോസരപ്പെടുത്തുന്ന രീതിയിൽ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ ഗവേഷണപരമായ രീതിയിൽ ഒരു പത്രപ്രവർത്തകൻ്റെ അപ്പുറത്ത് കടന്ന് ഗവേഷണപരമായ രീതിയിൽ അവതരിപ്പിക്കുന്ന ഒന്നായിരുന്നു ഈ ന്യൂസ് ക്ലിക്ക്. ഒരു ദിവസം നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്, മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്ഥാപനം വളഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും അറസ്റ്റ് ചെയ്തു, അദ്ദേഹത്തെയും അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയി. ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പത്രപ്രവർത്തകനായിട്ടുള്ള പുരസ്കാരസ്ഥ എന്ന് പറയുന്ന ആ പത്രപ്രവർത്തകനെ പിടിച്ചുകൊണ്ടുപോയി ജയിലിലടച്ചു. മാസങ്ങളോളം ജയിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ലക്ഷ്യം എന്തായിരുന്നു? ലക്ഷ്യം ഒറ്റക്കാരിയേ ഉള്ളൂ. BJPക്കെതിരായിട്ട് വിമർശനം അതിശക്തമായ രീതിയിൽ വസ്തുതാപരമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഈ പറയുന്ന പ്രവീർ കുർക്കായസ്ഥയെ കൽത്തുറുങ്കിലടക്കണം ലക്ഷ്യം. എന്തിനാണ് അടക്കുന്നത്? നിയമത്തിൻ്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. എന്ത് കള്ളപ്പണമാണ് വെളുപ്പിച്ചത്? ന്യൂസ് ക്ലിക്കിൻ്റെ ഭാഗമായിട്ട് എന്ത് തെളിവാണ് നിങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നത്? അദ്ദേഹത്തെ നിങ്ങൾ ജയിലിലടച്ചല്ലോ. ജയിലിലടച്ചതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും തെളിവ് നിങ്ങൾക്ക് ഹാജരാക്കാനായോ? എല്ലാം വിശദീകരിക്കാൻ സമയമില്ല എന്നുള്ളതുകൊണ്ട് സന്ധ്യ ആകുന്നതിന് മുമ്പ് നമുക്കിത് അവസാനിപ്പിക്കാം. ഒറ്റ കാര്യം ഞാൻ പറഞ്ഞു. 2026 മെയ് 29 ഡൽഹി ഹൈക്കോടതി ഈ കേസിൻ്റെ അവസാന വിധി പ്രഖ്യാപിച്ചു. ആ വിധിയിൽ പറഞ്ഞത്, ദീർഘകാലം ഇതുപോലുള്ള പത്രപ്രവർത്തകരെയോ ആളുകളെയോ കൽത്തുറുങ്കിൽ വെക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്ത് തെളിവാണുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ഒരു തെളിവും ഉണ്ടായിരുന്നില്ല. ആ കേസ് അവസാനിപ്പിച്ചു ഹൈക്കോടതി. ഒരു തെളിവും ഉണ്ടായിരുന്നില്ല. വെറുതെ പിടിച്ചുകൊണ്ട് പോയിട്ട് ജയിലിൽ വെക്കുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുകമറ സൃഷ്ടിക്കുക. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രപ്രവർത്തകനെ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണമായിട്ടുള്ള ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച ന്യൂസ് ക്ലിക്കിനെ അവസാനിപ്പിക്കാനുള്ള ശ്രമമാണ്. പക്ഷേ ഹൈക്കോടതി പറഞ്ഞു, ഡൽഹി ഹൈക്കോടതി പറഞ്ഞു, തികച്ചും തെറ്റായ നിലയിലാണ്, ഇത് കേസ് അർഹിക്കുന്നില്ല, ഈ കേസ് പൂർണ്ണമായിട്ട് അവസാനിപ്പിച്ചു. ED എടുക്കുന്ന കേസിൻ്റെ ഒരു നിലയാണ്.
ഇതൊരു ഭാഗം. ഇതേപോലെ തന്നെ കേസെടുത്ത നിരവധി കേസുകളുണ്ട്. ഇവിടെ ഞാൻ വരുമ്പോൾ സ്വാതപ്രാസംഗികം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അരവിന്ദ് കെജ്രിവാളിനെ പറ്റിയാണ്. മുഖ്യമന്ത്രിയായിരുന്നു അരവിന്ദ് കെജ്രിവാൾ ഡൽഹി. അപ്പോഴാണ് പിടിച്ചത്. എന്താണ്? ഒരു മദ്യനയവുമായി ബന്ധപ്പെട്ട് എന്തോ വലിയ രീതിയിൽ അഴിമതി നടത്തിയിരിക്കുന്നു, പ്രത്യേകിച്ച് കള്ളപ്പണം വെളുപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് നിരവധി ആളുകളെ പിടിച്ചത്. കെജ്രിവാളിന്റെ പേര് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. മുഖ്യമന്ത്രിയായതുകൊണ്ട് അദ്ദേഹത്തെ 113 ദിവസമാണ് ജയിലിൽ കിടത്തിയത്. 113 ദിവസം ജയിലിൽ കിടത്തി. ആ ജയിലിൽ കിടന്നതിന് ശേഷം ഹൈക്കോടതി തന്നെ കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ട് പറഞ്ഞു, ഇദ്ദേഹത്തിനെതിരായ ഒരു തെളിവുമില്ല, ഒരു കാര്യമില്ല, ഈ കേസ് അവസാനിപ്പിക്കുന്നു. ആ കേസ് അവസാനിപ്പിച്ചു. ഇപ്പൊ കെജ്രിവാളിന്റെ കേസ് എവിടെയാ പോയേ? കെജ്രിവാളിനെതിരായിട്ട് നിങ്ങളെടുത്ത കേസ് എവിടെ? ഇടിക്കാരോട് തന്നെയാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഒരു തരത്തിലുള്ള തെളിവുമില്ല, അവസാനം വെറുതെ വിട്ടു, ആ കേസ് അവസാനിപ്പിച്ചു. ഇത് ഞാൻ പറഞ്ഞത് കേസിൽപ്പെട്ട് യാതൊരു തെളിവുമില്ലാതെ കേസ് അവസാനിപ്പിച്ച ഒരു ചിത്രമാണ്.